തനോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തായ് സ്റ്റൈൽ മീറ്റ് റോളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സോസും ഉണ്ട്. തായ് സ്റ്റൈൽ സോസുമാണ്. അതിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മീറ്റ് റോൾ കഴിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു 100 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ ചില്ലി ഫ്ലേക്സ്, സോയാ സോസ്, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇത് നാരകത്തിൻ്റെ ഇലയാണ്. ഇത് കയ്യിലുള്ളവർ ഇത് ചേർക്കാം. ഇത് സോസിലേക്ക് നല്ലൊരു ഫ്ലേവർ തരുന്നതാണ്. പിന്നെ കുരുമുളക് പൊടി വേണം. കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇത് ബ്രെഡ് പൊടിച്ചാണ്, ബ്രെഡ് ക്രംസ് ആണ്, ബ്രെഡ് ക്രംസിൻ്റെ പൗഡറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് കുറച്ച് അളവാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു പാനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അല്ലെങ്കിൽ കുക്കറിൽ ഒരു വിസിൽ വരണ്ട, അതിന് മുന്നേ തന്നെ ഓഫ് ചെയ്യാം, ഒരുപാട് അളവൊക്കെ ഉണ്ടെങ്കിൽ. ഇപ്പം ഞാനിതൊരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് തിളപ്പിക്കുന്നേ ഉള്ളൂ. ചിക്കനിലേക്ക് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഇഞ്ചിയും ചേർക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ആദ്യം വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് സോസ് പാനിൽ നന്നായിട്ടൊന്ന് തിളക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ആ ചിക്കൻ കഷ്ണങ്ങൾ അതിൽ നിന്ന് മാറ്റിയെടുക്കാം. ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. വെള്ളം കളയണ്ട, ആ ചിക്കൻ സ്റ്റോക്ക് ആവശ്യമുള്ളതാണ്. ഇതിൻ്റെ സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ സ്റ്റോക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ചിക്കൻ ഇതിൽ നിന്ന് മാറ്റിയെടുത്തതിന് ശേഷം ഇത് ചൂടാറുമ്പോൾ ഒന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ബ്രെഡ് ക്രംസ് ആണ്. ഞാൻ 1/2 കപ്പ് ചിക്കൻ അരച്ച് വെച്ചതിന് 1 കപ്പ് ബ്രെഡ് ക്രംസ് ആണ് ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു 1/4 ഗ്ലാസോളം ആ ചിക്കൻ സ്റ്റോക്ക്, ചിക്കൻ വേവിച്ച് വെള്ളം ചേർക്കണം. പിന്നെ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. കാര്യം നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത്, അപ്പോൾ അതും കൂടി മനസ്സിൽ കണ്ടിട്ട് ഉപ്പ് ചേർത്താൽ മതി. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഈ ഒരു മാവ്. അപ്പോൾ ഞാനിവിടെ കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഓരോ ഉരുളകളായിട്ട് ഈ ഒരു അളവിന് മതിയാകും സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ കൈ കൊണ്ട് ഉരുളകൾ എടുക്കുന്നത് നല്ലത്. ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ടാകുമ്പോഴേക്കും കറക്റ്റ് എല്ലാം ഒരേ അളവിൽ കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ആദ്യം എടുത്ത് വെച്ചത്. അതിനുശേഷം ഇതേപോലെ ഒരു ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് മാറ്റാം. ഒരു ബോളിൻ്റെ ഷേപ്പിലേക്ക് അത് മാറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ അതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു 15-20 മിനിറ്റ് ഫ്രീസറിലൊന്ന് തണുപ്പിക്കാൻ വെക്കണം. ആ സമയത്ത് നമുക്ക് സോസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു 1/2 കപ്പ് പഞ്ചസാര അതേ സോസ് പാനിൽ തന്നെയാണ്, ചിക്കൻ വേവിച്ച അതേ സോസ് പാനിൽ തന്നെയാണ് ഞാൻ ഇതിൻ്റെ സോസും തയ്യാറാക്കുന്നത്. അതിലേക്ക് പഞ്ചസാര, സോയാ സോസ്, വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ്, പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ നാരകത്തിൻ്റെ ഇല, അത് കയ്യിലുള്ളവർ ചേർക്കുക, അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 1/4 കപ്പ് വേണ്ട, അതിനേലും കുറച്ച് മതി, വിനാഗിരി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് തിളപ്പിക്കാം. അപ്പോൾ തിളക്കാറാകുമ്പോഴേക്ക് ഇതിലേക്ക് 1 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഞാൻ. ഇനി
സോസ് നല്ലൊരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവറിൽ വെള്ളത്തിൽ കലക്കി കുറച്ച് കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു അളവ് സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ സോസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് സോസ് ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതിയാകും. നമ്മുടെ സോസ് റെഡിയായി കിട്ടും. അപ്പോൾ ഈ മീറ്റ് ബോൾ ഫ്രൈ ചെയ്തതിന് ശേഷം ഈ സോസിലാണ് ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോഴാണ് അതിൻ്റെ നല്ലൊരു കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. അതായത് ഇപ്പോൾ നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നല്ലൊരു കുറുകിയൊരു പരുവായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് തിളപ്പിച്ചാൽ മാത്രം മതിയാവും. അതിനുശേഷം ഫ്രീസറിൽ നിന്ന് മീറ്റ് ബോൾ തണുക്കാൻ വെച്ചത് എടുക്കാം. ഇനി അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീറ്റ് ബോൾ അതിൻ്റെ 2 വശങ്ങളും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് തിരിച്ച് എല്ലാ വശങ്ങളും നല്ലോണം ഫ്രൈ ആക്കി എടുക്കണം. ഇതുപോലെ നല്ല ഗോൾഡൻ കളറിൽ വരുമ്പോഴേക്ക് നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം. ഓയിലിൽ നിന്ന് മാറ്റിയിട്ട് നേരെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സോസിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊരു 3-4 മിനിറ്റ് ഒന്ന് ഈ മീറ്റ് ബോൾ ഈ സോസിലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ മീറ്റ് ബോളിലേക്ക് നമ്മുടെ സോസിൻ്റെ ആ ഒരു ടേസ്റ്റ് എല്ലാം ഇറങ്ങിച്ചെന്ന് ഇതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മളിത് കഴിക്കുമ്പോഴും ഈ സോസിൽ ഡിപ്പ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. ഇപ്പോൾ 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി. ഞാനിവിടെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ഇട്ടത്. അപ്പോൾ 2-3 മിനിറ്റ് നന്നായി തിളച്ചതിന് ശേഷം ഓഫ് ചെയ്യാം. ഇനി ഇത് സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തായ് സ്റ്റൈൽ മീറ്റ് ബോൾ റെസിപ്പിയാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളെൻ്റെ ചാനൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഓൺ ആക്കിയാലാണ് ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്